വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാലി ഓഫ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വൈഗാമേളയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പാസ്ത വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാസ്ത മസാലയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് കപ്പപ്പൊടി, ഫ്ലക്സ് സീഡ്, കൂവപ്പൊടി, ചക്കയുടെ പൊടി, മഞ്ഞപ്പൊടി, ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നല്ല പാസ്ത മസാല ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ 2-3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ഈ പാസ്ത നമുക്ക് ആഡ് ചെയ്യാം. ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മുമ്പേ തന്നെ തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് സമയം ലാഭിക്കാമല്ലോ. ഇതിലേക്ക് വഴറ്റി ചേർക്കാനുള്ള സവോള, തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്യാം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഡ്രോപ്സ് മാത്രം എണ്ണയും ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോൾ ഒരുപാട് കട്ട പിടിച്ച് നിൽക്കും. അതായത് ഒന്നൊന്ന് തൊടാതെ കിടക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് വേവാനുള്ള എണ്ണയൊന്നുമല്ല, കുറച്ച് ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പാസ്ത ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പുറത്തുള്ള ബർണറിൽ ഈ പാസ്ത വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബർണറിൽ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ നമുക്ക് ഇതിലേക്ക് വഴറ്റിയിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കും. ഈ പാസ്ത, നൂഡിൽസ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതും അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. എനിക്കിതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം ബട്ടറാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെണ്ണ ആഡ് ചെയ്യാണ്. ഈ ബട്ടറിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കുറച്ച് മാത്രം ഗരം മസാല പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഒരുപാട് നമ്മൾ കറിക്കോ ഉപ്പേരിക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് വഴറ്റിയെടുക്കണ്ട. കാരണം ഈ സവോളയൊക്കെ അതിൻ്റെ പാസ്ത കഴിക്കുമ്പോൾ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പാസ്തയുടെ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാക്കറ്റ് ന്യൂട്രി റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടേസ്റ്റ് മേക്കർ അവൈലബിൾ ആണ്. അത് MSG ഫ്രീ, അതായത് നമ്മുടെ അജിനോമോട്ടോ ഇല്ലേ, അതിനാണ് MSG എന്ന് പറയുന്നത്. അത് ഇതിലില്ല എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് MSG ഫ്രീ എന്ന് പറഞ്ഞിട്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, യൂസ് ചെയ്താൽ മതി. ചില്ലി ഒറിഗാനോ സോസ് എന്ന് പറഞ്ഞിട്ട്, അതെനിക്ക് ആ ഒറിഗാനോ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത്. ഇതപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. ഇനി ഇതിലെ വെള്ളം എല്ലാം ഊറ്റിക്കളയുക. അതൊരു അരിപ്പ വെച്ചിട്ട് ഊറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വെള്ളം പോയി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഏതെങ്കിലും ഒരു തവി വെച്ചിട്ടോ മറ്റോ മാറ്റിയെടുക്കാം. ഇനി ആ വഴറ്റി വെച്ചിട്ടുള്ള സവാള, തക്കാളി അതൊക്കെ വഴറ്റി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പാസ്തയിലേക്ക് പിടിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യുക. അത് അവസാനം അതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. പാസ്തയിലേക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ആ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില നമുക്കിതിൻ്റെ മേലെ തൂവി കൊടുക്കാം. ഇതിപ്പോൾ ആഫ്രിക്കൻ മല്ലിയില എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണിത്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പാസ്ത മസാല റെഡിയായി. ഇനി നമുക്കിത് ഏതെങ്കിലും സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം. ഇതിൽ നമ്മുടെ നോർമൽ ഒരു പാസ്തയുടെ ടേസ്റ്റ് ആയിരുന്നില്ല കേട്ടോ. ആ കപ്പപ്പൊടിയുടെയും അതുപോലെ ചക്കയുടെ പൊടി, അതിൻ്റെ ആ ഒരു കൂവപ്പൊടി, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറായിരുന്നു. നമ്മുടെ നോർമൽ പാസ്തയുടെ ടേസ്റ്റേ അല്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ നല്ലതായിട്ടുള്ള നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യുക. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരയ്ക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.